ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂയോർക്കിലേക്ക് പോവാണ്, ബെർലിനിൽ. അതായത് എനിക്ക് USA ഒരു വിസ കിട്ടിയ കാര്യം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ബെർലിൻ എയർപോർട്ടിലുള്ളത്. ഇവിടുന്ന് നേരെ ന്യൂയോർക്ക് JFK എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് J1 വിസയിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് പോവാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കറൻ്റ് ചെക്ക് റിപ്പബ്ലിക്കിൽ പഠിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു ഇൻറ്റേൺഷിപ്പ് പോലുള്ള ഒരു പരിപാടി 4 മാസത്തേക്ക്. അപ്പം അതിൻ്റെ കാഴ്ചകൾ, ആ യാത്രൻ്റെ അമേരിക്കയിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ബെർലിൻ എയർപോർട്ടിൽ ആക്കി തരാൻ വേണ്ടിയിട്ട് CC വന്നിട്ടുണ്ട്, ലാലു വന്നിട്ടുണ്ട്, ഭരതനുണ്ട്. ഇവരൊക്കെ പിന്നെ ആ ബൈക്കുള്ളതാണ്. അങ്ങനെ നമ്മളിതാ സെക്യൂരിറ്റി ചെക്കിന് പോകുന്നതിന് മുമ്പ് ലഗേജ് ഒക്കെ ഇതാ കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിൽ ചെക്കിൻ ചെയ്യണം. അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ആദ്യം തന്നെ വെയിറ്റ് കൂടുതലാണ് പറഞ്ഞ് കുറച്ച് ചൊറാക്കി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞേ, എൻ്റെ അടുത്ത് വെയിറ്റിനെ പിടിച്ച് കെമിക്കലെ വേണ്ടത് അവിടുത്തെ ചെക്കിങ് ഇതൊക്കെ ചൊറാക്കി കഴിഞ്ഞ് പിന്നെ എടുത്തിയപ്പം ഇവിടെ ആ മെഷീൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറച്ച് ലാഗായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോവാണിതാ. ഇവിടെ നമ്മളെന്താക്കുക, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക. 7:40 ഫ്ലൈറ്റ്. ഇപ്പോൾ 5 മണിയാവുന്നുള്ളൂ, സമയമുണ്ട്. നമ്മളെ ബെർലിൻ എയർപോർട്ടിൻ്റെ ഉൾവശം ചെറിയൊരു എയർപോർട്ടാണ്, പക്ഷേ കുറേ ടെർമിനൽസ് ഉണ്ട്, 2 ടെർമിനലിൽ. ഓക്കെ, നമ്മളെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. നമ്മൾ കയറാൻ റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബോർഡിംഗ് പാസ് ഒന്ന് മിസ്സായി. അപ്പോൾ അതിന് പുതിയ ബോർഡിംഗ് പാസ് പോലെ എടുത്തുനിന്ന്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കും കാര്യമൊന്നുമില്ല. ആദ്യം ചെക്ക് ഇൻ ചെയ്ത് പിന്നെ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെങ്കിൽ അപ്പോഴാണ് ബോർഡിംഗ് പാസ് മിസ്സായത്. അതെന്താക്കി ഒരു എടുത്തുനിന്ന്, വേറെ സീനൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഫ്ലൈറ്റ് ന്യൂയോർക്കിലേക്കുള്ള നോയ്സ് അറ്റ്ലാന്റിക് എയർസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഇത് അവിടെ വന്നിട്ടുണ്ട്. ഫൈസുണ്ട് ഇവിടെ. ഫൈസ് ഒരു ഹായ് പറയും ഫൈസ്. പക്ഷെ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണ് ഫ്ലൈറ്റ് കയറാറുള്ളത്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഫ്ലൈറ്റ് എന്താ ഒരു വിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് 7 മണിക്കാണ് കയറുന്നത്. പക്ഷെ നമ്മൾ അമേരിക്കയിൽ എത്തുന്നപ്പോഴാണ് രാത്രി 10 മണിക്ക്. അതായത് ടൈം സോണിൻ്റെ ഒരു ഡിഫറൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊരു രസകരമായ സംഭവം. അതായത് ഇവിടുന്ന് രാത്രി കയറി അവിടെ രാത്രി എത്തും. കാരണം ഒരു ദിവസം പിറകിലാണ് അമേരിക്കയിൽ. അപ്പോൾ എന്തായാലും ഇനി അവിടുത്തെ കാഴ്ചകളും ഫ്ലൈറ്റിനുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഫായിസിനെ നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആകൾ ഉൾപ്പെടുത്തുക. ഒക്കെ പഠിച്ചവനെ ഹൈറാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പോട്ടെ, എല്ലാവരും കാണട്ടെ. അപ്പം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഇൻഫോർമേഷൻസ് നമ്മളെ പറഞ്ഞുതരും. പോയി നോക്കണ്ടേ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി. ഇതാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഉൾവശം. 3 ലെയറായിട്ടുള്ളത്, 1, 2, 3 അങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ ഇതാ TV ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതാ TV ഉണ്ട്. എന്തായാലും നമ്മൾ ആ സീറ്റിലെത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളെ ഫ്ലൈറ്റിലത്തെ സ്ക്രീനാണിത്. നമ്മളെ ഫ്ലൈറ്റ് പുറപ്പെട്ട് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് TV സീരീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. മൂവീസിൽ നമുക്ക് ബോളിവുഡ് ക്ലാസിക് മൂവീസൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇതാ അഞ്ചാൻ ഇതൊക്കെ. നമ്മൾ കുറച്ച് പേര് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സംഭവം വന്നിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട്, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് എന്തൊക്കെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിതാ ബട്ടർ ചിക്കനും ബസ്മതി റൈസും, നമ്മുടെ നാട്ടിലത്തെ ബസ്മതി ചിക്കനുണ്ട്. നാശിക്ക് ഏതാ ഓർഡർ ചെയ്യാൻ പോകുന്ന? നാശിക്ക ഞാൻ പറയുന്നത് നൂഡിൽസ് ഓർഡർ ചെയ്തതായി. നൂഡിൽസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉൾവശം. കഴിച്ച് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. എന്തോ ഒരു ചിക്കൻ്റെ ഒരു സാധനമല്ലേ, പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് വാങ്ങിയിട്ട് ഒരു ഡെസേർട്ട് ഉണ്ട്. ഇതാണ് മെയിൻ നമ്മൾ ആ ഫുഡ് ഓർഡർ ചെയ്തതാണ്. നമ്മളിതാ 1 മണിക്കൂറായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അതൊക്കെയാണുള്ളത്. ആശിക്ക് നല്ല ബസ്മതി റൈസും പിന്നെ ബട്ടർ ചിക്കൻ കഴിച്ച് പക്ഷെ എവിടെ എത്തിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റിലുള്ളത്. അപ്പോൾ എന്തായി ഇറങ്ങാണ്, ലാസ്റ്റിലാണ് ഇറങ്ങുന്നത്. അവിടെ കൂട്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ ബസ് ഇവിടെ അവിടെ കൂടുതലുണ്ടാവാം. വേറെ ടൈപ്പുള്ള വലിയ എയർപോർട്ടാണ് കേട്ടോ. അത് വലിയ എയർപോർട്ടാണ്. ഇറങ്ങട്ടെ, ബസ്സിൽ പോയി കയറട്ടെ. ബാക്കി കാഴ്ചകളെങ്കിൽ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി റെഡിയാക്കട്ടെ. ഇതാ US കസ്റ്റംസ് ആൻഡ് ബോർഡർ. അതായത് ഇവിടെ നിന്ന് ചെറിയൊരു നമ്മളെവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിക്കുന്നൊരു പരിപാടി ഉണ്ടെന്നാണ് കേട്ടെ. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളെ ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇതാണ് ന്യൂയോർക്ക് എയർപോർട്ടിൻ്റെ ടെർമിനൽ 7ൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ ഇമിഗ്രേഷൻ നമ്മൾ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു, അപ്പം എവിടെയാണ് പണിയെന്ന് ചോദിച്ചു, അത് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കി കാര്യമായിട്ടുകൾ കഴിഞ്ഞതാ ലഗേജ് കിട്ടി. നമ്മൾ നേരെതാ അവിടെ എവിടെയെങ്കിലും ഇരിക്കണം. നാളെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത് തീരുമാനമായില്ല. അപ്പം നോക്കട്ടെ, കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നമ്മളിവിടുത്തെ ടെർമിനൽ 7ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ സബ് ആണത് ഫുള്ള് കണക്ട് ചെയ്യുന്നതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ആണ്, അതായത് 4-5 സബ് ഉണ്ട്. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഒരു പുറഭാഗം ഫുൾ ഫ്രീ ആണ് എയർപോർട്ടിനുള്ള ട്രാവൽ. പക്ഷേ ഇതിൻ്റെ ചില സ്ഥലം കഴിഞ്ഞാൽ, ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മളെന്താക്കണോ, പൈസ കൊടുക്കണം. അതവിടെ ഏരിയ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഫുൾ ഓട്ടോമാറ്റിക്കാ പരിപാടി. JFK എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. പിന്നെ ജമൈക്ക എന്ന സ്റ്റേഷനാണുള്ളത്. ഇവിടെ വരെ നമുക്ക് പേയ്മെൻ്റ് ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ പേയ്മെൻറ്റ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാൻഹാട്ടൻ ഈ സബ്വേ എടുത്തിട്ട് ആണ് പോകുന്നത്. ചിലപ്പോൾ ടൈം സ്ക്വയർ പോകും, അല്ലെങ്കിൽ എന്താ തീരുമാനിച്ചില്ല. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ നമ്മളൊരു കാർഡ് ആപ്പിൾ പേ ഉണ്ടെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്താൽ മതി. ഇതാണ് അപ്പോൾ നമ്മളെ സ്റ്റേഷൻ, ഇറങ്ങിയിട്ടുള്ള സ്റ്റേഷൻ. അതായത് ചെറിയൊരു ട്രെയിൻ കയറി, എയർപോർട്ട് ട്രെയിൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. അങ്ങനെ അടുത്ത പേ ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. കണ്ടില്ല, ഈ എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ, ആ ലെറ്റർ നോക്കിയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഗൈസ്, ടൈം സ്ക്വയർ എത്തിയ എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ വ്ളോഗ് ഫുള്ളാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനപ്പോൾ US എത്തിയിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞ്. അപ്പോൾ നമ്മളിനി പുതിയ വീഡിയോസിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്.